എല്ലാവർക്കും ചാറ്റിംഗ് ഗെയിം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സാധനം നമ്മളിന്ന് വന്നിരിക്കുന്നത് വൺ ബ്ലോക്കുമായിട്ടാണ്. ഞാൻ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വേൾഡും കാര്യങ്ങളും പോയി. ആക്ച്വലി എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ബാക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ വേൾഡും കാര്യങ്ങളും പോയി. അതുപോലെ അപ്പോൾ ഞാൻ പിന്നെ മൈൻക്രാഫ്റ്റ് എടുത്തു നോക്കിയപ്പോൾ എനിക്ക് ലെറ്റ്സ് പ്ലേ സീരീസ് കളിച്ച് ബോറടിച്ചു ഗൈസ്. കാരണം ലെറ്റ്സ് പ്ലേ സീരീസ് എല്ലാവരും ചെയ്യുന്നതാണ്, അത് എല്ലാവർക്കും ബോറടിക്കും. അത് കാരണം തന്നെ ഞാനിപ്പോൾ ഒരു വൺ ബ്ലോക്ക് സീരീസും തുടങ്ങാൻ പോവാണ്. അതും പഴയ തന്നെയാണ്, എന്നാലും നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇത് വൺ ബ്ലോക്ക് സീരീസിൻ്റെ എപ്പിസോഡ് 1 ആണ്. ബട്ട് വീഡിയോയുടെ ഇൻട്രോയിൽ നിങ്ങൾ ഡേ 1 എന്ന് കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ പോകെ പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ 22 സബ്സ്ക്രൈബേഴ്സ്. അത് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ചടങ്ങിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ചെസ്റ്റിൽ നിന്ന് കിട്ടിയതാണ് ഈ 5 ബ്രെഡ്. അതേപോലെ തന്നെ എനിക്ക് ഈ ചെസ്റ്റിൽ നിന്ന് തന്നെ 2 ബുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞാനൊരു 7 ഡേറ്റ് ബ്ലോക്ക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ വൺ ബ്ലോക്ക് എന്താണെന്ന് അറിയാത്തൊരു കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സാധനം വരും. യെസ് ഗൈസ്, അതായത് ഈ ഒരു 10 ബയോമും മൈൻക്രാഫ്റ്റിലുള്ള ഈ ഒരു 10 ബയോമും, മൈൻക്രാഫ്റ്റിൽ എത്ര ബയോമുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഈ ഒരു 10 ബയോമായിരിക്കും നമ്മുടെ ഈ വൺ ബ്ലോക്കിൽ വരാൻ പോകുന്നത്. ഈ വൺ ബ്ലോക്കിൻ്റെ വേർഷൻ എത്രയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം ഇതിൽ ചെറി ബ്ലോസം ഒന്നും വരാൻ സാധ്യതയില്ല. ചെറി ബ്ലോസം ബയോമല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് എത്രാമത്തെ വേർഷനാണെന്ന് എനിക്കറിയില്ല. ഈ ഒരു 10 ബയോമായിരിക്കും നമ്മുടെ ഈ ഒരു വൺ ബ്ലോക്കിൽ വരാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, ഈ ഒരു വൺ ബ്ലോക്ക് ഞാൻ പ്ലേ സ്റ്റോറിൽ ഒരു പറ്റി എനിക്ക് യൂട്യൂബിലൊന്നും നല്ലത് കിട്ടിയില്ല. അതുകൊണ്ടാണ്. ഇനി അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേറെ കുറേ മോഡഡ് വേൾഡ്സിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന്, അത് മീൻ ഡൗൺലോഡ് ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക ഗൈസ്. ഞാനത് ചെയ്യാൻ ഗൈസ്. എനിക്ക് ലെറ്റ്സ് പ്ലേ സീരീസ് ചെയ്യുന്നില്ല, ഹാർഡ് കോർ ചെയ്യണമെന്നുണ്ട് ഗൈസ്. ഹാർഡ് കോർ സീരീസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹാർഡ് കോർ സീരീസ് അല്ല, നമ്മുടെ മോഡഡ് ഹാർഡ് കോർ സീരീസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. കുക്കി കൊണ്ട് ഇൻസ്പയർ ആയിട്ട് തന്നെ എനിക്ക് ചെയ്യുന്നതാണ് പ്ലാനറ്റ് ഹാർഡ് കോർ വേൾഡ്. അതായത് നമ്മുടെ ഓരോ ബയോമും ഓരോ പ്ലാനറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് കണ്ടു നോക്ക്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞെന്നാൽ അത്രയും നന്നായിരുന്നു. ഓക്കെ, അപ്പോൾ വൺ ബ്ലോക്ക് എന്താണെന്നറിയാത്ത കൂട്ടുകാർക്ക് ഞാനത് പറഞ്ഞുതരാം. ഈ ഒരു ബ്ലോക്ക് മൈൻഡ് ചെയ്യുക, അത്ര ഉള്ള വൺ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു 10 ബയോമും ഇതിൽ വരിക, അത്ര തന്നെ, വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഈ മൈൻക്രാഫ്റ്റ് തന്നെ മോഡഡ് വേൾഡായിട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് പ്ലേ സീരീസ്, ഹാർഡ് കോർ സീരീസ് അങ്ങനെയുള്ളവരെല്ലാം ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ മൈൻക്രാഫ്റ്റിൽ തന്നെ ഫ്ലാറ്റ് എന്ന് പറയുന്നൊരു വേൾഡ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്ന വേൾഡ് ടൈപ്പിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല, മരവും സാധനങ്ങളും ഒന്നും ഉണ്ടാവില്ല നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുവഴി കളിക്കാം ഗൈസ്. അങ്ങനെയും കളിച്ച് കുറേ ചലഞ്ചുകളും കാര്യങ്ങളായിട്ടൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് മൾട്ടിപ്ലെയർ ഗെയിംസും ചെയ്യാം ഗൈസ്. മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാൽ സാധാരണ സ്പെസിഫിക്സ് അല്ല, ഇതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഈ വൺ ബ്ലോക്ക് മൾട്ടിപ്ലെയർ ആക്കണമെങ്കിൽ നിങ്ങൾ പറയുക ഗൈസ്, ഞാൻ ഒരാളെ കൊണ്ടുവരാം. നിങ്ങൾക്ക് പിഞ്ചൂസ് വൈറ്റീനെ അറിയുമെന്ന് എനിക്കറിയില്ല. പിഞ്ചൂസ് വൈറ്റിയുടെ ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പിഞ്ചൂസ് വൈറ്റിയുടെ ചാനലിൽ ലിങ്കും താഴെ കൊടുത്തിരിക്കാം ഗൈസ്. അപ്പോൾ വൺ ബ്ലോക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ചും കൂടി ബ്ലോക്കും കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്ത് കുറച്ചും കൂടി എക്സ്പാൻഡൊക്കെ ചെയ്തിട്ട് ഞാൻ വരാം ഗൈസ്. ഗൈസ്, ഞാൻ ഒരു ഭാഗം, അതായത് നമ്മുടെ വൺ ബ്ലോക്കിൻ്റെ ഒരു ഭാഗം ഞാൻ എക്സ്പാൻഡ് ചെയ്തു ഗൈസ്. ആൻഡ് നമുക്ക് കുറേ ബ്ലോക്കും കാര്യങ്ങളും കിട്ടി, കുറച്ച് വുഡും കാര്യങ്ങളും കിട്ടി, കുറേ വുഡും കാര്യങ്ങളും കിട്ടി. ആൻഡ് നമ്മുടെ ഫസ്റ്റ് കിട്ടിയ ചെസ്റ്റിലേക്ക് ഇതൊക്കെ വെക്കാം ഗൈസ്. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ വൺ ബ്ലോക്ക് മൈൻഡിലേക്ക് പോകാം. ഈ വൺ ബ്ലോക്ക് മൈൻഡ് ചെയ്യണ പരിപാടി ബോറിങ് പരിപാടിയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വല്ല കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, എനിക്ക് ബോൺ ബ്ലോക്ക് കിട്ടി. ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല, എന്നാലും എനിക്ക് വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നുണ്ട് ഗൈസ്. എനിക്ക് ബോൺ ബ്ലോക്കും കാര്യങ്ങളും കിട്ടി ഗൈസ്. എനിക്ക് കട്ട് ചെയ്യുന്നത് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഐഡിയ വന്നതാണ് ഗൈസ്. ഫ്രഷ് സാധനമാണ്, നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കിട്ടില്ലൻ ബോംബ്ലോസ്കി സാധനമാണ്. ഞാൻ കുറച്ച് നേരം കൂടി കഴിഞ്ഞ ഒരു ടൈം ലാപ്സ് ഇട്ട് തരാം ഗൈസ്. അപ്പോൾ ഗൈസ്, ചെറിയൊരു വോയിസ് പ്രോബ്ലം വന്നു. അപ്പോൾ ഇതും ശരിയായില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ചെറിയൊരു വോയിസ് മോഡുലേഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. അപ്പോൾ ഞാൻ ആ ടൈം ലാപ്സ് കാര്യങ്ങളും ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പിക്കാക്സും കാര്യങ്ങളും ഉണ്ടാക്കാം ഗൈസ്. എന്നിട്ട് ഈ ബോൺ ബ്ലോക്കും അങ്ങനെ ചെയ്യണത് തൊട്ട് ഒരു വലിയൊരു ടൈം ലാപ്സ്, വലുതെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ടൈം ലാപ്സ് വരും ഗൈസ്. ഈ ഒരു വീഡിയോ പരമാവധി 10 മിനിറ്റിന് കുറവാണ് ഞാൻ ആക്കാൻ ശ്രമിക്കുന്നത് ഗൈസ്.
ഓക്കെ, അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ വീഡിയോയുടെ ഞാൻ പറയണ കമൻറ്റ് നമുക്ക് ബോറടിക്കും, കാരണം എൻ്റെ കമൻറ്റ് മോശമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം ലാപ്സ് അങ്ങ് കണ്ടിട്ട് വാ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സൗണ്ട് പ്രോബ്ലം എന്താണെന്ന് നോക്കി തരാം. സോ അപ്പോൾ ഗൈസ്, നമ്മുടെ ടൈം ലാപ്സും കാര്യങ്ങളും കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോഴും കുറച്ചും കൂടി ഫാസ്റ്റിലാണ് വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് ഡ്യൂറേഷൻ കുറയ്ക്കാനാണ് നോക്കണത് ഗൈസ്, കാരണം അത്രയും വലിയ ലോങ് വീഡിയോ എൻ്റെ കമൻറ്ററിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു കവിനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേ 1 അങ്ങനെ ഡേ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ 1ൻ്റെ ഹാഫ് ആയിട്ടുണ്ട് ഗൈസ്. അതായത് ഇരുട്ടായി, വെളിച്ചമൊക്കെ പതുക്കെ മിഞ്ഞി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിനി ഇതിപ്പോൾ നമ്മുടെ ഒരു 2 സൈഡ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ 2 സൈഡും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വരാം ഗൈസ്. സോ അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മഷ്റൂം കവിനും കിട്ടി, പിന്നെ സാധാ ഒരു കവിനും കിട്ടി. അപ്പോൾ നമ്മൾ അവരെയൊക്കെ പിന്നെ ഒരു ഫെൻസിലാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഏകദേശം രാവിലെ ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതാ നമുക്കൊരു ചെസ്റ്റ് വന്നു. നമുക്ക് വാട്ടർ ബക്കറ്റ് ഉണ്ട്. വാട്ടർ ബക്കറ്റ്, 3 സാപ്ലിങ്, പിന്നെന്താ പറയുക, ഒരു പിക്കാക്സ്, പിന്നെ ഒരു ബെർച്ച് സാപ്ലിങ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്കിവിടെ ലീവ്സ് വരുന്നുണ്ടായിരുന്നു, ഇല്ലേ ലീവ്സ്, ഓക്ക് ലീവ്സ്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു രണ്ടെണ്ണം കിട്ടിയെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ എന്താ പറയുക, ഇവിടെ ഒരു സാമാനം ചെയ്തു, മരം വെച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു മരവും ഞാൻ നട്ടു വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെട്ടിയെടുക്കാം ഗൈസ്, ഒന്നുമില്ല. ഓക്കെ, അതെന്താ അത് ഗൈസ്, ഞാൻ ഒരു കാര്യം ചെയ്യാൻ നോക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെസ്റ്റിൻ്റെ അടുത്ത് എനിക്കൊരു സാമാനം വയ്ക്കാനാണ്. എന്താ പറയുക, ഞാനിപ്പോൾ വെള്ളത്തിന് നമ്മുടെ അടിയിൽ നിന്ന് വന്ന് മൈൻഡ് ചെയ്യാനാണ്. എന്താ പറ്റാത്തത് പക്ഷെ എനിക്ക് പറ്റണില്ല. ഗ്ലിച്ചാണോ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്താ ഗ്ലിച്ചടിച്ചാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ അതൊന്ന് ശരിയാക്കിയിട്ട് വരാം കേസ്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അതൊന്ന് വേണ്ട, ഞാൻ വെറുതെ കട്ട് ചെയ്ത് കളയാനല്ലേ. എനിക്ക് ഈ അറ്റത്തുനിന്ന് പറ്റണല്ലേ, ഈ അറ്റത്തുനിന്ന് പറ്റുന്നുണ്ട്. ഓക്കെ, എന്താ അത് ഗൈസ്, ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ബ്ലോക്കിൻ്റെ അടുത്തെത്തുമ്പോൾ നോക്കിയോടാ, ഞാൻ ഇപ്പോൾ കാണിച്ചത് ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലോക്കൊക്കെ വെച്ച് ഞാൻ ശരിയാക്കട്ടെ ഗൈസ്. അതായത് ശരിയാക്കിന്ന് വെച്ചോ, അല്ല ഈ ബ്ലോക്കിൻ്റെ അടുത്തേക്ക് ഞാൻ വരുമ്പോൾ കോഴി പോലും അങ്ങനെയാവുന്നുണ്ട് ഗൈസ്. നോക്ക്, ഞാൻ ഒഴിക്കുന്നു. ഈ അറ്റത്ത് മുട്ടി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയാവുക ഗൈസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ അടിയിൽ നിന്ന് മൈൻഡ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടാക്കണേ ഗൈസ്. ഞാൻ അത് ഉണ്ടാക്കിയിട്ട് വരാം. സോ അപ്പോൾ ഗൈസ്, ഞാൻ ആ ഒരു കാര്യം ശരിയാക്കിയിട്ടുണ്ട് ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഒരു ഗ്ലിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. കാരണം ഞാനിപ്പോൾ ആ ഒരു ബ്ലോക്കിൻ്റെ, അതായത് ഇപ്പോൾ 1 ബ്ലോക്ക് ഞാൻ മൈൻഡ് ചെയ്യണ ആ ബ്ലോക്കിൽ എത്തി കഴിഞ്ഞാൽ ഞാൻ ഗ്ലിച്ചടിച്ച് ഓട്ടോമാറ്റിക്കലി ആ ബ്ലോക്കിൻ്റെ മുകളിലൊന്ന് സ്പോൺ ആവണം ഗൈസ്. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ സ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്താൽ ശരിയാവുമായിരിക്കും ഗൈസ്. എനിക്കതറിയില്ല. അപ്പോൾ എൻ്റെ വേൾഡ് സ്പോൺ എന്ന് പറയുന്നത് ആ ബ്ലോക്കിൻ്റെ മുകളിലായിരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ ഒന്ന് എത്തിയോളാം, ഞാൻ ഒന്നും ചെയ്യില്ല. അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാം ഇതായി ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡേ 1 ആയിട്ടുണ്ട് ഗൈസ്. ഡേ 1 എന്ന് പറഞ്ഞാൽ ഡേ 0 കഴിഞ്ഞു ഡേ 1 ആയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഡേ 1 ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. മൈൻക്രാഫ്റ്റിൽ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ദിവസം മൊത്തം എനിക്ക് കാണിക്കുന്നുണ്ട് ഗൈസ്, ബട്ട് അത് ഭയങ്കര ബോറായി പോവും.
എക്സ്പെക്റ്റ്ലി എൻ്റെ കമൻറ്റ് കാരണം നിങ്ങൾക്ക് വീഡിയോ തന്നെ നിർത്തി പോകാൻ തോന്നും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇനിയും 3 മിനിറ്റ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വയ്യ ഗൈസ്. ഇനിയും 3 മിനിറ്റ് വീഡിയോ കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ അങ്ങനെ നമുക്ക് എൻഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ കാര്യം കൂടി ഫില്ലാക്കിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ സംബന്ധിക്കാൻ അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.